ജപാകുസുമസങ്കാശം കശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. തമോഗ്നം ഇരുട്ടിനെ അകറ്റുന്ന, സർവപാപഘ്നം എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, കാശ്യപേയം കശ്യപകുലത്തിൽ ജനിച്ച മഹാദ്യുതി അങ്ങേയറ്റം പ്രഭാവത്തോടു കൂടിയ ആദിത്യനെ ഭഗവാനെ ഞാനിതാ പ്രണമാമി, ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ആദിത്യൻ്റെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചർച്ച ചെയ്യുന്നു ആദിത്യൻ്റെ കുംഭ രാശിയിലേക്കുള്ള സംക്രമം. എന്നാണ് കുംഭത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യം മനസ്സിലാക്കുക. 1201 കുംഭമാസം 1-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 13-ാം തീയതി വെള്ളിയാഴ്ച കാലത്ത് 4:05 AM ആ സമയത്തോടു കൂടെയാണ് കുംഭരവി സംക്രമം നടക്കുന്നത്. ഇവിടെ സൂര്യൻ പ്രവേശിക്കുന്നത് ഉത്തരായനത്തിലാണ്. മകരമാസം ഉത്തരായനം ആരംഭിച്ചു. പക്ഷെ മകരവും കുംഭവും സൂര്യൻ്റെ ശത്രുക്ഷേത്രങ്ങളാണ്. സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് തൻ്റെ പുത്രനായ ശനി. ശത്രു മന്ദസിതൗ എന്നാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുള്ള ശ്ലോകം തന്നെ. അതിൻ്റെ ആരംഭം അങ്ങനെയാണ്: ശത്രു മന്ത്രസിതോ സമശിസുതോ മിത്രാണി ശേഷാരവേഹേ. അപ്പോൾ തൻ്റെ ഏറ്റവും വലിയ പരമശത്രുവാണ് സ്വന്തം പുത്രനായ ശനിയും പിന്നെ ശുക്രനും. ഛായാമാർത്താണ്ഡ സംഭൂതം, സൂര്യൻ്റെ ഛായയിൽ നിന്നും ജനിച്ച ഗ്രഹമാണ് ശനി. പക്ഷെ ശനി ആ ദൃഷ്ടി ജനിച്ച ഉടനെ സൂര്യനെ നോക്കുമ്പോൾ തന്നെ സൂര്യൻ്റെ മുഖം കറുത്ത് കരിവാളിച്ചു പോയി. പിന്നെ അദ്ദേഹം സ്വന്തം മകനെ കാണാൻ പോയിട്ടില്ല. ഏതായാലും ഇവിടെ ശത്രുക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സൂര്യൻ കുംഭത്തിൽ എപ്രകാരം മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒരു മാസക്കാലമാണ് സൂര്യൻ കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഈ ഒരു മാസക്കാലം എപ്രകാരമായിരിക്കും? കുംഭം രാശിക്ക് 2 പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. കുംഭത്തിന് ഹൃദ്രോഗം എന്നൊരു പേരുള്ള രാശിയാണ് കുംഭൻ. ഹൃദ്രോഗം ആ രാശി ഉണ്ടാക്കുന്ന 2 രോഗങ്ങളാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ. മറ്റൊന്നെന്താണ്? ബധിരത്വം, കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. അതിനാൽ ഹൃദയത്തിൻ്റെ കാരകനാണ് സൂര്യൻ. അസ്ഥിയുടെയും ഹൃദയത്തിൻ്റെയും കാരകനാണ്. ഹൃദ്രോഗം ചിന്തിക്കണമെങ്കിൽ സൂര്യൻ ദുർബലമായിട്ട് ജാതകത്തിൽ വേണം. 10-ാം ഭാവത്തിൽ സൂര്യൻ ബലവാനായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻസ്, അദ്ദേഹം വലിയ കാർഡിയോളജിസ്റ്റാവും, ഹൃദ്രോഗ വിദഗ്ധനാവും അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ. എത്രയോ ജാതകങ്ങൾ ഞാൻ നിർണയിച്ചിട്ടുണ്ട് അപ്രകാരം. ഇവിടെ സൂര്യൻ കുംഭൻ രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കുംഭത്തിലെ സൂര്യൻ്റെ ആശ്രയ ഫലവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ദുഃഖാർത്തോ വിധനഃ അടനഃ അനിർദരതിഹി തീഷ്ണശ്ച കുംഭേ സ്ഥിതൗ. കുംഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ദുഃഖാർത്ഥ, ദുഃഖത്താൽ ആർത്തനാകും. ദുഃഖേനാർത്ഥ ദുഃഖാർത്ഥ, ദുഃഖത്താൽ പീഡിതനാകും. വിധനഃ, വിഗതം ധനം യസ്യ സഹ, ധനം മുഴുവൻ കൈവിട്ടു പോകും. ധനപരമായ വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. അടനഃ, അടതീതി അടനഃ, പരിഭ്രമണശീലം ഉണ്ടാകും. കറങ്ങി തിരിക്കാൻ വളരെ ഇഷ്ടപ്പെടും. അനിർദരതിഹി, അനിർദത്തിൽ രതിയുണ്ടാകും. ഋതം സത്യമാണ്. അസന്മാർഗികമായ രീതിയിലൊക്കെ, അസത്യസന്ധമായ രീതിയിലൊക്കെ സഞ്ചരിക്കും. അനിർദരതിഹി, അങ്ങനെയുള്ള വാസനകൾ ഉണ്ടാകും. തീഷ്ണശ്ച, സ്വഭാവത്തിൽ തീഷ്ണത പുലർത്തും. ഇതൊക്കെയാണ് കുംഭത്തിലുള്ള സൂര്യൻ്റെ ആശ്രയഫലം. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ അപ്രകാരം പറയുകയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കർക്കിടകൻ രാശിക്കാരാണ്. സൂര്യൻ അഷ്ടമത്തിലാണ്. അപ്രകാരം ചിങ്ങൻ രാശിയിലാണെങ്കിൽ സവിസ്തരം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, തിരുവോണം,
അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ സൂര്യൻ ഏത് ഭാവത്തിൻ്റെ അധിപനാണെന്ന് അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം സൂര്യന് അഷ്ടമാധിപത്യമാണ്, 8ാം ഭാവാധിപത്യമാണ് ഉള്ളത്. 8 എന്നാൽ നിങ്ങൾക്കറിയാം, ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ച മുനിയോ ഭാവാൻ അനിഷ്ടാൻ വിദുഹു. 6, 8, 12 ഭാവങ്ങൾ ജ്യോതിഷത്തിൽ അങ്ങേയറ്റം അനിഷ്ടങ്ങളാണ്. അതിനാൽ അങ്ങേയറ്റം അനിഷ്ടമായ 8ാം ഭാവാധിപനായ സൂര്യൻ എന്ത് ചെയ്യുന്നു? 2ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ആ ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. സൂര്യൻ 2ാം ഭാവത്തിൽ വന്നാൽ, കുംഭൻ രാശിയിൽ വന്നാൽ ഒരു പാപഗ്രഹമാണ്, ശുഭഗ്രഹമല്ല. പാപഗ്രഹം 2ാം ഭാവത്തിൽ വന്നാൽ പാവേ വിത്തകതേ സ്വപൂർവ്വ നിജിത ദ്രവ്യക്ഷയ, തൻ്റെ പൂർവികമായ സ്വത്ത് ധനമൊക്കെ നഷ്ടപ്പെടുത്തും ഇദ്ദേഹം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ഭർത്തവ്യ ആമയ, കുടുംബത്തിൽ അങ്ങേയറ്റം കലഹമുണ്ടാകും, രോഗാദി അരിഷ്ടതകൾ ഉണ്ടാകും. ദക്ഷിണ അമ്പകരുജ, വലത്തേക്കിടന്ന് അങ്ങേറ്റം രോഗം വരും. ദുഷ്ടോക്തി, അനാവശ്യമായ വാക്കുകൾ സംസാരിച്ചിട്ട് അന്തരീക്ഷത്തെ വളരെ വഷളാക്കും. പാത്രക്ഷതി, വിഭവങ്ങൾ നശിച്ചു പോകും. ഒരു നല്ല സുഖമുള്ള ഫലമല്ല പറഞ്ഞിരിക്കുന്നത്, അഷ്ടമാധിപനായ ഗ്രഹത്തിൻ്റെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. 2ാം ഭാവത്തിൽ നിൽക്കുന്നു. ഭൂരിദ്രവ്യോ നിർഹൃതധനി ഭക്തരോഗി ദ്വിതീയ എന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. ഭൂരിദ്രവ്യ, ധാരാളം കാശ് കിട്ടുമായിരിക്കും. നൃപഹൃതധനി, രാജാവ് തന്നെ ധനം അപഹരിക്കും. അതിനാൽ ബിസിനസ്സുകാരൊക്കെ വ്യാപാരങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പെനാൾട്ടി വരിക, വാറ്റ് മുതലായ കേസ് നിയമക്കുരുക്കിൽപ്പെട്ടു പോവുക, വലിയ ധനം നഷ്ടമായി നശിച്ചു പോവുക. ഭക്തരോഗി, മുഖത്തിന് രോഗം വരും. മുഖസംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം, കണ്ണുകൾ ശ്രദ്ധിക്കണം, നല്ല ഫലമല്ല. ചമത്കാരം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫലം ശ്രദ്ധിക്കുക. ധനയസ്യ ഭാനുസ ഭാഗ്യാധികസ്യ, 2ൽ സൂര്യൻ വരുമ്പോൾ ഭാഗ്യമുണ്ടാകും. ചതുഷ്പാസുഖം, വാഹനസുഖം ലഭിക്കും. സദ്വയെ സംജയാതി, നല്ല കാര്യങ്ങൾക്ക് കാശ് ചെലവാക്കും. അതിനാൽ ദാനാദി കർമ്മങ്ങൾക്കൊക്കെ കാശ് ചെലവാക്കുക, ഈ ദുരിതത്തെ അകറ്റണം. കുടുംബേ കലിർ ജായദേവി, ഭാര്യ കാരണം കുടുംബത്തിൽ വലിയ കലഹമുണ്ടാകും. കുടുംബകലഹത്തിന് കാരണം ഭാര്യയായിരിക്കും. ക്രിയാനിഷ്ഫലായാതി ലാഭസ്യ ഹേതവോ, ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഗുണം കുറയും, ലാഭം കുറയും. അഷ്ടമാധിപനാണ്. സാധാരണ 2ലെ സൂര്യൻ വന്നാലുള്ള ഫലമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂര്യൻ അഷ്ടമാധിപനാണ്, അങ്ങേയറ്റം ദോഷക്കാരനായ സൂര്യനാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നത്. വലിയ ധനനഷ്ടമുണ്ടാകാം, വാക്കുകൾ കൊണ്ട് ധനനഷ്ടം വരാം, കുടുംബത്തിലെ കലഹം കാരണം മാനഹാനി സംഭവിക്കാം. നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര വഴിപാടെ സമർപ്പിക്കുക, ധർമ്മദേവ സംഗീതത്തിൽ പോവുക. ഇങ്ങനെ ദോഷങ്ങൾക്ക് പരിഹാരമാവുക. പ്രായമുള്ളവർക്ക് കണ്ണുകൾക്ക് വളരെയധികം ക്ലേശങ്ങൾ വരാം. ആവശ്യമുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, ഇല്ലെങ്കിൽ വളരെയധികം പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. നന്ദി, നമസ്തേ.